ഷിരൂരിൽ 11ാം നാളിലും പതറാതെ തെരച്ചിൽ. അർജുനെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തെരച്ചിൽ തുടരും. രാത്രിയിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് ട്രക്ക് കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഡ്രോൺ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് ഇന്ന് കൂടുതൽ തെരച്ചിൽ നടത്തും. ഡ്രോൺ ഉപയോഗിച്ചുള്ള രാത്രിയിലെ തെരച്ചിൽ മഴ കാരണം തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും നിഖിലാണ് ചേരുന്നത്. നിഖിൽ, കനത്ത മഴ, ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മഴയുണ്ടോ? രാത്രിയിലെ തിരച്ചിൽ മഴ കാരണം നിർത്തിവെച്ചു എന്ന് പറയുന്നു. ഇന്നും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെ ആയിരിക്കില്ലേ തുടരുക? സ്വാതി, ഇവിടെ 3 ദിവസങ്ങൾ, അതായത് ഇന്ന് മുതൽ 3 ദിവസം ഓറഞ്ച് അലേർട്ടാണ് ഉത്തര കന്നഡയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ മഴയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായി ഈ ദൗത്യത്തെ മാറ്റുന്നത് പുഴയുടെ അടിയൊഴുക്ക് തന്നെയാണ്. 2 മുതൽ 3 നോട്ട്സ് വരെ അടിയൊഴുക്കുള്ള പുഴയിൽ മാത്രമാണ് ഈ സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങി പരിശോധന നടത്താനാവുക. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ മറ്റ് കാര്യങ്ങൾക്ക് വലിയ പരിശോധനകളിലേക്കാണ് ഇനി പോകേണ്ടത്. ഇന്നലെയൊക്കെ 7 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ ഇവിടെ പ്രവൃത്തികളൊന്നും കാണുന്നില്ല. ഏറ്റവും നിർണായകമാകുന്ന കാര്യം ഒരുപക്ഷെ നമുക്ക് കാണാം. പുഴയുടെ കരയിൽ നിന്ന് 50 മീറ്റർ മാറി നിൽക്കുന്ന ആ മൺകൂന കാണാം. ആ മൺകൂനയോട് ചേർന്ന ഭാഗത്ത് ലോറി ഉണ്ട് എന്നാണ്, ഈ അർജുന്റേതെന്ന് കരുതുന്ന ട്രക്ക് ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലെ സിഗ്നലുകൾ അപഗ്രഥിച്ച് ഈ ദൗത്യ സംഘം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പ്രകാരം അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തേണ്ടത്. ആ പരിശോധന നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഈ പുഴയുടെ അടിയൊഴുക്കാണ്. അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇന്ന് അറിയേണ്ടത്. ആ നിലയിലാണ് ഇന്ന് ആ പ്രവർത്തനങ്ങൾ നടക്കുക. ഏതായാലും ഇന്ന് ഒരുപക്ഷെ മുങ്ങി ഉള്ള പരിശോധനയ്ക്ക് ശ്രമം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഈ അടിയൊഴുക്കിനെ ആ ഒരു മേഖലയിലെങ്കിലും പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളിലേക്ക് കടക്കുമോ തുടങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്നലെ ഈ ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെ നടത്തിയ പരിശോധനയിൽ 4 സ്ഥലത്താണ് ഈ ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതിനാൽ സിഗ്നലുകൾ ലഭിക്കുന്നത്. അതിൽ 1ാമത്തെ സിഗ്നൽ ലഭിക്കുന്നത് ഈ റോഡിന് സംരക്ഷണം തീർക്കുന്നതിനായി നിർമ്മിച്ച ഒരു ഗേഡർ ഉണ്ടായിരുന്നു. അത് പുഴയിലേക്ക് വീണിട്ടുണ്ട്. അതിന്റെ സിഗ്നൽ ലഭിച്ചു. മറ്റൊരു ടവറിന്റെ സിഗ്നൽ ലഭിച്ചു. അതിനൊപ്പം മറ്റൊരു ക്യാബിന്റെ, ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിന്റെ സിഗ്നൽ ലഭിച്ചു. ഈ 3 സാധനങ്ങൾ കിട്ടി. ഇത് 3ഉം സ്ഥിരീകരിക്കപ്പെടുന്നു. അപ്പോഴുമുള്ള ചോദ്യം അർജുൻ ഓടിച്ച ട്രക്ക് എവിടെ എന്നതായിരുന്നു. അതിന് സ്ഥിരീകരണം വരുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ്. കരയിൽ നിന്നും 50 മീറ്റർ മാറി 5 മീറ്റർ ആഴത്തിൽ ലഭിച്ച സിഗ്നൽ അത് അർജുൻ ഓടിച്ച ടാങ്കറിന്റേതാണെന്നാണ് പറയുന്നത്. അർജുൻ ഓടിച്ച ടാങ്കറിന്റെ ക്യാബിൻ ഈ വാഹനത്തിൽ നിന്ന് വേർപെട്ടു പോകാനുള്ള സാധ്യതയില്ല എന്ന ഭാരത് ബെൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട സംസാരിച്ചതിന് ശേഷം ഉറപ്പിച്ചാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു ഗ്യാസ് ടാങ്കർ ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാങ്കറിനോട് ബന്ധിപ്പിച്ച ഡ്രൈവർ ക്യാബിൻ ആയിരിക്കാം നേരത്തെ പറഞ്ഞ 3ൽ 1 എന്ന് പറയുന്നത്. എങ്കിൽ അർജുന്റെ ക്യാബിൻ ഈ പറയുന്ന പൊസിഷനിലാണ് ഉള്ളത്. അത് ഇനി എങ്ങനെ പുറത്തെടുക്കാം? അതിനകത്ത് അർജുൻ ഉണ്ടോ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചുൾപ്പെടെ ഏറ്റവും അവസാനം നടത്തിയതാണ്. ഇന്നലെ പകൽ 2 തവണ പരിശോധന നടത്തിയപ്പോഴും അതിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. അതൊരു പക്ഷേ ഈ കാലാവസ്ഥയുടെയും പകൽ താപനിലയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി വീണ്ടും പരിശോധന നടത്തി. ആ പരിശോധനയിലും അതിൽ കൂടുതലൊന്നും കണ്ടെത്താനായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ എന്ന് നിൽക്കെ ഇനി ഇപ്പോഴുള്ള പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ട്രക്കിനെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാവും. ആ ട്രക്ക് ഉയർത്തിയെടുക്കാൻ ഏത് മാർഗം അവലംബിക്കണം എന്നത് സംബന്ധിച്ചാണ് ഒരുപക്ഷെ ഇനി തീരുമാനമാകേണ്ടത്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്ന് രാവിലെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗത്തിന് ശേഷം പറഞ്ഞത്. ഈ നേവിയുടെയും NDRFന്റെയും ആർമിയുടെയും ഒക്കെ പ്രതിനിധികൾ യോഗം ചേർന്ന് ഇനി അങ്ങോട്ട് ഏത് തരത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ പുരോഗമിക്കണം, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. ഇന്നലെ രാത്രി വളരെയധികം നേരം, ഒരുപക്ഷെ ഈ ദൗത്യം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇന്നലെ രാത്രിയിൽ പോലും
ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 2 ബൂമുകൾ ഉപയോഗിച്ച് പുഴയിൽ നിന്ന് ചെളി നീക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ട്രക്ക് ഉയർത്തുക എന്നത് മാത്രമാണ് ഇനിയുള്ള പോംവഴി എന്ന രീതിയിലേക്ക് തന്നെയാണ് ഏതായാലും നിലവിലെത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ ഇറങ്ങി പരിശോധിക്കുക, അവിടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയതൊക്കെ ഇനി എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ട്രക്ക് അതുപോലെ ഉയർത്തി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരുപക്ഷെ കാണുന്നത്. മാത്രമല്ല, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ മരത്തടികൾ ആദ്യം ഈ റോഡിൽ നിന്ന് ലോറി പുഴയിലേക്ക് വീഴുന്ന സമയത്ത് മരത്തടികൾ കെട്ടിയിട്ട നിലയിൽ തന്നെയായിരുന്നു, അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കുറെ സമയം ഈ വാഹനം വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. കാരണം ഇത്രയധികം മരത്തടികൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ബോയൻസി കാരണം അത് അവിടെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ വെള്ളം ഒഴുകി വന്നപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വരികയും ഇതിനിടയിൽ കെട്ട് പൊട്ടി മരത്തടികൾ സെപ്പറേറ്റ് ആയി പോവുകയും ചെയ്തു. അതിനുശേഷം പതുക്കെ ഈ വാഹനം അവിടെ താഴ്ന്നു പോയിരിക്കാം എന്നതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം. അങ്ങനെയെങ്കിൽ ആ വാഹനം അവിടേക്ക് താഴ്ന്നു പോയതിനു ശേഷം അതിന് മുകളിൽ ഇപ്പോൾ വീണ്ടും മണ്ണ് വന്നടിയുന്ന ഒരു പ്രക്രിയ നടന്നിട്ടുണ്ടാവും, സിൽറ്റിംഗ് നടന്നിട്ടുണ്ടാവും. ആ മണ്ണ് കൂടി മാറ്റേണ്ടതുണ്ട്. ഒപ്പം ഈ വാഹനത്തിന്റെ പൊസിഷൻ എങ്ങനെയാണ് എന്നതൊക്കെ നോക്കിയിട്ട് വേണം ഇനി അതിനെ ഉയർത്തുന്നതിന്. ഇതിനെല്ലാം ഇനി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡൈവേഴ്സിന് അവിടെ ഇറങ്ങാൻ പറ്റണം, ആ ആഴങ്ങളിലേക്ക് പോയി കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ പറ്റണം. അതിന് സാധിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഒരു തടസ്സം നീങ്ങുന്നത്. അങ്ങനെ ഒരു തടസ്സം അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഏതായാലും നിലവിൽ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ലോറികളൊക്കെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുഴയുടെ ഒഴുക്ക് തന്നെയാണ് എന്തായാലും വലിയ പ്രശ്നമായി മാറുന്നത്. നിഖിൽ, എന്തായാലും ആ ഒരു തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 11 ദിവസമായിരിക്കുകയാണ്. 11 നാൾ നീണ്ട ആ ഒരു തിരച്ചിലാണ്. അതിന് ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മഴയാണ് വെല്ലുവിളിയെന്നും പറയുന്നു. കേരളത്തിൽ നിന്നും 2 മന്ത്രിമാർ ശിരൂരിലേക്ക് വരും, അല്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അത്തരം എന്തെങ്കിലും വിവരം നിഖിലിന് ലഭ്യമാണോ? സ്വാതി, മന്ത്രി എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ഇന്ന് ഉച്ചയോടുകൂടി ഈ പ്രദേശത്തേക്ക് എത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്തരത്തിലാണ്, ഏത് സമയത്താണ് എന്ന് കൃത്യമായ ഒരു വിവരം നമുക്കിവിടെ ലഭിച്ചിട്ടില്ല. രണ്ടുപേരും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായി ഇവിടെ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ ഒരു ഏകോപനം കൃത്യമായും ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഉദ്യോഗസ്ഥരാണ് നമ്മളോട് ഇന്നും ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, ഇവിടെ നിന്ന് പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മറ്റ് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നൽകേണ്ടി വരും. ഏതായാലും ഇന്ന് അങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ. മന്ത്രിമാർ കൂടി എത്തുന്നതോടുകൂടി കേരളത്തിന്റെ പ്രതിനിധികളുടെ കൂടി ഒരു ഒരു സാന്നിധ്യമുള്ള ഏകോപനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഏതായാലും ഇതുവരെ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഈ സ്കൂബ ഡൈവേഴ്സും ഇന്ന് സാധാരണ ഈ സമയമാകുമ്പോഴേക്ക് നേവിയുടെയൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തുന്നതാണ്. ഇന്ന് പക്ഷേ അവരാരും എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇതിലൊരു തീരുമാനമാകേണ്ടതുണ്ട്, ഏത് തരത്തിലാണ് ഇനി അങ്ങോട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. അതിനുശേഷം മാത്രമായിരിക്കും ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ പ്രകാരം മാത്രം മുന്നോട്ട് പോകാനായിരിക്കും നീക്കം. കാരണം ഇന്നിപ്പോൾ 11ാം ദിവസമാണ് ഇവിടെ ഈ തെരച്ചിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക. നിഖിൽ, ശരിയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു സമയമായപ്പോഴേക്കും നാവികസേന അതുപോലെ തന്നെ കരസേന ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നതും അവരവിടെ ടെൻറ്റ് കെട്ടുന്നതും അവരവിടെ ആ ഒരു തിരച്ചിൽ തുടങ്ങാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് അത്തരം കാഴ്ചകളൊന്നും അവിടെ കാണുന്നില്ല. അതിനർത്ഥം ഇന്നത്തെ തിരച്ചിൽ വൈകും. ഈ തരത്തിലുള്ള യോഗം അല്ലെങ്കിൽ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഇന്ന് തിരച്ചിൽ ആരംഭിക്കൂ എന്ന് നമുക്ക് അനുമാനിക്കാനാകുമോ?
ഇതിനെ കൊണ്ട് അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കരയിൽ നിന്ന് മണ്ണ് കോരി മാറ്റിയത് കൊണ്ട് മാത്രം ഇനിയിപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ടാകില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്താണ് എന്നുള്ളത് കൃത്യമായി ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് അല്പം വൈകുന്ന സാഹചര്യവും. ഒരുപക്ഷെ ഈ യോഗത്തിനൊക്കെ ശേഷം കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മുതൽ അങ്ങോട്ട് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറാൻ പോകുന്നത് ആ ടാങ്കർ അവിടെ നിന്ന് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് കൃത്യമായി ഈ മുകളിലെ മണ്ണ് മാറ്റേണ്ടതുണ്ട്, ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ പറയുന്നത് 5 മീറ്റർ, ഈ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 5 മീറ്ററോളം താഴെയാണ് ലോറിയുടെ മുകൾ ഭാഗം എന്നുള്ളതാണ്. അപ്പോൾ ഡൈവേഴ്സിന് ഏറ്റവും ചുരുങ്ങിയത് ഈ 5 മീറ്റർ ആഴത്തിലേക്കെങ്കിലും പോകേണ്ടുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊക്കെ കൃത്യമായി മാറിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഇതിലേക്ക് ഈ തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ഈ ഡൈവേഴ്സിന് ആ പ്രദേശത്തേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ പോലും ഈ പുഴയിൽ ഈ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ പോകാൻ പറ്റുന്നില്ല. ഈ ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ വലിയ മത്സ്യബന്ധന വള്ളങ്ങളോ അങ്ങനെയൊക്കെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി അങ്ങനെ എന്തെങ്കിലും താൽക്കാലിക സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അതൊക്കെ കൃത്യമായ ഏകോപനത്തോടു കൂടി മാത്രം നടത്തേണ്ട കാര്യമാണ്. മാത്രമല്ല അത് ഒക്കെ കുറച്ചുകൂടി സാങ്കേതികമായി കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ ഇപ്പോൾ ഇത് വൈകുന്നത്. അതിലൊരു അന്തിമ തീരുമാനം വരുന്നതോടു കൂടി ആയിരിക്കും സ്വാഭാവികമായും ഇനി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കുക. പക്ഷേ ഈ 11 ദിവസം പിന്നിടുമ്പോഴും ഈ ദൗത്യം ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആരെയും കുറ്റം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. സാങ്കേതികമായും ഈ പ്രകൃതിയുടെ ഒരവസ്ഥയും എല്ലാം തന്നെ ഈ ദൗത്യത്തിന് എതിരായി നിൽക്കുകയാണ്. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യമാണ്. ശരി, വ്യക്തമാണ് നിഖിൽ. ശിരൂരിൽ 11ാം നാളിലും പതറാതെ തിരച്ചിൽ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ തിരച്ചിലിനുള്ള ക്രമീകരണങ്ങളൊന്നും ഇന്ന് അവിടെ ആരംഭിച്ചിട്ടില്ല. 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നും ശിരൂരിലേക്ക് എത്തുന്നു എന്നുള്ള വിവരവുമുണ്ട്. മന്ത്രി AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ശിരൂരിലെത്തും. രക്ഷാദൗത്യത്തിന്റെ നിലവിലെ സ്ഥിതി അവലോകനം ചെയ്യാനാണ് മന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയിൽ സിഗ്നൽ ലഭിച്ചെടുത്ത് ട്രക്ക് കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ്. ഇനിയുള്ള ലക്ഷ്യം ട്രക്കിനെ എങ്ങനെയെങ്കിലും നദിയിൽ നിന്നും കരയ്ക്ക് എത്തിക്കുക, പൊക്കിയെടുക്കുക എന്നുള്ളത് ആണ് എന്ന് കൂടിയാണ് ഇപ്പോൾ നിഖിൽ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മന്ത്രി ഇന്ന് ശിരൂരിലേക്ക് തിരിക്കും എന്നാണ് വിവരം. ഇന്ന് അവിടെ എത്തി ഈ ദൗത്യത്തിന്റെ അവലോകനം നേരിൽ കണ്ട് വിലയിരുത്താനാണോ മന്ത്രി AK ശശീന്ദ്രനും PA മുഹമ്മദ് റിയാസും അങ്ങോട്ടേക്ക് തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനും കേരളത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാനും സഹകരിക്കാനുമുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഉച്ചക്ക് ഞാൻ തിരുവനന്തപുരത്താണ് പുറപ്പെടുക. രാത്രിയോടുകൂടിയാണ് അവിടെ എത്തിച്ചേരുക. മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ കോഴിക്കോട് നിന്നാണ് അങ്ങോട്ടേക്ക് വരിക. അപ്പൊ അവിടെ ഇത്രയേ ഉള്ളൂ. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും കേരളത്തിന്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് സംബന്ധിച്ചൊരു ധാരണയിലെത്തുക തുടങ്ങിയ ഉദ്ദേശമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. പിന്നെ അവിടുത്തെ നമ്മുടെ അർജുന്റെ വീട്ടുകാരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള തുടങ്ങിയ ചില നിരീക്ഷണങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു പൊതുപരിശോധന ഇത്രയാണ് നമ്മൾ നടത്തുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ ഇന്ന് 11ാമത്തെ ദിവസമായിരിക്കുകയാണ് ഈ ഒരു തിരച്ചിൽ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് അത്തരത്തിൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുമില്ല. ഇനിയുള്ള തിരച്ചിൽ ഏത് രീതിയിലായിരിക്കും? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും മിനിസ്റ്ററിന് ലഭ്യമാണോ? ഇപ്പം അവരുടെ ഔദ്യോഗിക വിശദീകരണം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പുഴയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ട് അടിയൊഴുക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക അവർക്ക് തന്നെയുണ്ട്. അങ്ങനെ ആശങ്കയുള്ള സമയത്ത് എന്താണ് ചെയ്യുക എന്നതിനെ കുറിച്ച് അവരും ആശയക്കുഴപ്പത്തിലാണ്. വിദഗ്ധന്മാരെല്ലാവരും ഇപ്പോൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലോ.
അവരെല്ലാം കൂടി ആലോചിച്ച് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മളുമായി പങ്കുവെച്ച് നമുക്കും കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ളൊരു സാഹചര്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ് യാത്രയുടെ ഉദ്ദേശം. ശരി, മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി പി എം മുഹമ്മദ് റിയാസും ഇന്ന് ഉച്ചയോടുകൂടി ശിരൂരിലേക്ക് തിരിക്കും. അവിടെ ദൗത്യസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും, കാര്യങ്ങൾ നിരീക്ഷിക്കും. അതിനുവേണ്ടിയാണ് മന്ത്രിമാർ കേരളത്തിൽ നിന്നും ശിരൂരിലേക്ക് തിരിക്കുന്നത്. ആ വിവരമാണ് ഇപ്പോൾ മന്ത്രി നമ്മളോട് പങ്കുവച്ചത്.